നമ്മള് പുതിയ ചാപ്റ്ററിലേക്ക് പോണത്. പുതിയ ചാപ്റ്ററിന്റെ പേര് ബ്ലോക്ക് 1-ലെ ഡ്രാമ ആൻഡ് ഇൻട്രൊഡക്ഷൻ ആണെന്ന് പറയുന്നത്. ബ്ലോക്ക് 1-ലെ ഡ്രാമ ആൻഡ് ഇൻട്രൊഡക്ഷൻ. അപ്പൊ അത് നോക്കാം നമുക്ക്. അപ്പൊ ഡ്രാമ എന്താണെന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ഡ്രാമയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പൊ തുടങ്ങുന്നത്. ഡ്രാമ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ലിറ്റററി വർക്ക് acted by players on stage. അപ്പൊ ആക്ടേഴ്സ് പ്ലേയേഴ്സ് ഓൺ ദ സ്റ്റേജ്, ആക്ച്വലി ആക്ടേഴ്സ് പ്ലേയിങ് ഓൺ ദ സ്റ്റേജ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡ്രാമ. ഡ്രാമ എന്ന് പറയുന്ന ആക്ടേഴ്സ് പ്ലേയിങ് ഓൺ ദ സ്റ്റേജ്. ഡ്രാമ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ലിറ്റററി വർക്ക് ആക്ടഡ് ബൈ പ്ലേയേഴ്സ് ഓൺ എ സ്റ്റേജ്. ഇറ്റ് ഇൻവോൾവ്സ് ആക്ഷൻ. ഡ്രാമയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ആക്ഷൻ പ്ലോട്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും. കോൺഫ്ലിക്ട്, ക്രൈസിസ് ആൻഡ് അറ്റ്മോസ്ഫിയർ, ദീസ് ആർ ഇൻവോൾവിംഗ് ഇൻ ഡ്രാമ. ആക്ഷൻ, പ്ലോട്ട്, കോൺഫ്ലിക്ട്, ക്രൈസിസ് ആൻഡ് അറ്റ്മോസ്ഫിയർ. ഡ്രാമ ക്യാൻ ബി എ മോഷൻ പിക്ചർ ആസ് വെൽ ആസ് ട്രഡീഷണൽ സ്റ്റേജ് പ്ലേ. ഇപ്പൊ മോഷൻ പിക്ചർ എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന പിക്ചറാണ് ഡ്രാമ. ഡ്രാമ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ മോഷൻ പിക്ചർ ആസ് വെൽ ആസ് ട്രഡീഷണൽ സ്റ്റേജ് പ്ലേ. സ്റ്റേജിൽ പരമ്പരാഗതമായിട്ട് പ്ലേ ചെയ്യുന്നതാണ്, മൂവ്മെന്റ് ഉള്ളതാണ് ഡ്രാമ എന്ന് പറയുന്നത്. ഡ്രാമ ക്യാൻ ബി മോഷൻ പിക്ചർ ആസ് വെൽ ആസ് ട്രഡീഷണൽ സ്റ്റേജ് പ്ലേ. എബ്രാം ഡിഫൈൻസ് ഡ്രാമ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിറ്റററി റൈറ്റർ ആണ് അബ്രാം എന്ന് പറയുന്നത്. എബ്രാം ഡിഫൈൻസ് ഡ്രാമ ആസ് എ ഫോം ഓഫ് കോമ്പോസിഷൻ ഡിസൈൻഡ് ഫോർ പെർഫോമൻസ് ഇൻ ദ തിയേറ്റർ. തിയേറ്ററിക്കൽ പെർഫോമൻസിന് വേണ്ടി എഴുതപ്പെട്ടതാണ് ഡ്രാമ എന്ന് പറയുന്നത്. Abraham defines drama as a form of composition designed for performance on the stage, in the theatre, in which actors play the role of different characters. Actors പല ക്യാരക്ടേഴ്സിന്റെ റോള് പ്ലേ ചെയ്യുന്നു. ആൻഡ് characters perform action and speak the written language. അപ്പൊ written language അവർ സ്പീക്ക് ചെയ്യുന്നു. ആക്ഷൻ ഓൺ ദ സ്റ്റേജ്, written language they are speaking. Action, actors, dialogue, setting, plot and action are the essential parts of a drama. ഡ്രാമയുടെ essential parts എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആക്ടേഴ്സ് ഉണ്ട്, ഡയലോഗ്സ് ഉണ്ട്, ആക്ടേഴ്സ്, ഡയലോഗ്സ്, സെറ്റിംഗ് ഓഫ് ദ പ്ലേ ഉണ്ട്, പ്ലോട്ട് ആൻഡ് ആക്ഷൻ ആർ ദ essential parts of a drama. It is performed on the stage and the audience is important. അപ്പൊ as well as plays are concerned, as well as theatrical performance are concerned, as audiences are very essential. Audience is most important. A drama is different from other literary forms. മറ്റ് സാഹിത്യ രചനകളെക്കാൾ എഴുത്ത് റൈറ്റിംഗ്സിനേക്കാൾ ഡ്രാമയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്രാമ is different from other literary forms because of the time. A narrative art tells the events. Narrative art എന്ന് പറഞ്ഞാൽ വിവരണാത്മക ആർട്ട്. A narrative art tells the events which happen in the past, present and future. പാസ്റ്റിൽ സംഭവിച്ചത്, പ്രസന്റിൽ സംഭവിക്കുന്നത്, ഫ്യൂച്ചറിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. എ പെർഫോമിംഗ് ആർട്ട് ഹാസ് ഇറ്റ്സ് എക്സിസ്റ്റൻസ് ഇൻ ടൈം. പെർഫോമിംഗ് ആർട്ടിന് എക്സിസ്റ്റൻസ് ഇൻ ടൈം കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം ഉള്ളതാണ്. But drama is different from other literary forms because of the time. Drama is very important as far as literary writings are concerned. According to Crompton Rickett, drama is a story in action. ക്രോംപ്ടൺ റിക്കറ്റ് എന്ന് പറയുന്ന സാഹിത്യ റൈറ്റർ പറയുകയാണ്, ഡ്രാമ ഈസ് എ സ്റ്റോറി ഇൻ ആക്ഷൻ. ഡ്രാമ is story in action. He says that the effective drama conflict is essential. ഡ്രാമയിലെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ഒത്തിരി പ്രശ്നഭരിതമായ കാര്യങ്ങൾ വരും. If the conflict is serious with happy ending, ഡ്രാമയിലത്തെ കോൺഫ്ലിക്റ്റ് ഹാപ്പി എൻഡിങ്ങിലാണ് അവസാനിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കോമഡി. ഡ്രാമയിലെ കോൺഫ്ലിക്റ്റ് സീരിയസ് ആണ്, അൺഹാപ്പി എൻഡിങ് ആണ്, ഇറ്റ് ഈസ് കോൾഡ് ട്രാജഡി. അക്കോർഡിംഗ് ടു ക്രോംപ്ടൺ റിക്കറ്റ് പറയുവാണ്, ഡ്രാമ ഈസ് എ സ്റ്റോറി ഇൻ ആക്ഷൻ. ഡ്രാമ എന്ന് പറയുന്നത് സ്റ്റോറി ആണ്, ആക്ഷനിലൂടെയുള്ള സ്റ്റോറി. ഇറ്റ് ഈസ് ഡ്രാമാസ് കോൺഫ്ലിക്റ്റ് ഈസ് എസെൻഷ്യൽ. ഡ്രാമയിലെ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ഡ്രാമ കോൺഫ്ലിക്റ്റ് ഈസ് വെരി എസെൻഷ്യൽ. If the conflict is serious with a happy ending, the drama is called comedy.
കോൺഫ്ലിക്റ്റ് ഹാപ്പി എൻഡിങ്ങിലാണ് അല്ലെങ്കിൽ അവസാനിക്കുന്നത് ഹാപ്പി ആയിട്ടാണെങ്കിൽ ഇതിനെ കോമഡി എന്നും, ഇഫ് ദ കോൺഫ്ലിക്റ്റ് ഈസ് സീരിയസ് വിത്ത് അൺഹാപ്പി എൻഡിങ്, സീരിയസ് ആയിട്ടുള്ള അൺഹാപ്പി എൻഡിങ്ങിലെ ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഇറ്റ് ബിക്കംസ് എ ട്രാജഡി. അടുത്തായിട്ട് നമ്മൾ ഡ്രാമേനെ പറ്റി നോക്കുന്നത് വെസ്റ്റേൺ ഡ്രാമ, പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ഡ്രാമ എന്ന് പറയുന്നത് ഇറ്റ്സ് ഒറിജിൻ ഇൻ ഏതൻസ്. വെസ്റ്റേൺ ഡ്രാമയുടെ ഒറിജിൻ അത് ആരംഭിച്ചത് ഏതൻസിലാണ്. ഗ്രീസ് ബിറ്റ്വീൻ ഏതൻസ് ഗ്രീസ് ബിറ്റ്വീൻ 600 and 200 BC, 600 മുതൽ 200 BC കാലഘട്ടം. BC കാലഘട്ടത്തെ നമ്മൾ എണ്ണുന്നത് പുറകോട്ടാണ്. 600 മുതൽ 200 വരെ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എണ്ണുന്നത് 200 മുതൽ 600 വരെ എന്നില്ല. പക്ഷെ BC കാലഘട്ടത്തെ എങ്ങനെ പറയുന്നത്? 600 മുതൽ 200 വരെ BC കാലഘട്ടം, ബിഫോർ ക്രൈസ്റ്റ് കാലഘട്ടത്തെ എണ്ണുന്ന രീതി എന്താണ്? 600 കഴിഞ്ഞാൽ വരുന്നത് 601 അല്ല, 599 വരുന്നത്. BC ആണ് വരുന്നത് കേട്ടോ. Western drama has its origin in Athens, Greece, and in between 600 and 200 BC. The ancient Athenians created, Greek people Athenians എന്ന് വിളിക്കുന്നത്, the ancient Athenians created plays that are still among the greatest works of drama. Ancient Athenians created plays. Ancient Athenians എന്താ ചെയ്യുന്നത്? പ്ലേസ് ക്രിയേറ്റ് ചെയ്തു that are still among the greatest works of drama. Ancient Athenians പ്ലേ ചെയ്ത അവർ ഉണ്ടാക്കിയ ഡ്രാമ എന്ന് പറയുന്നത് ഇപ്പോഴും അതിന് വളരെയധികം പ്രൊമിനൻസ് ഉണ്ട്. ഏൻഷ്യൻ ഗ്രീക്ക് പ്ലേസിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് എല്ലാ കാലങ്ങളിലും ഉണ്ട്. The form, technique and terminology applied by the Athenians are still relevant. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അവർ ഉപയോഗിച്ച എല്ലാ ഡിവൈസസും. എഥീനിയൻസിന്റെ ഗ്രീക്ക് പീപ്പിളിന്റെ ഡിവൈസസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിലവൻ്റ് ആണ്, പ്രസക്തമാണ്, ഇന്നും പ്രസക്തമാണ് അത്. ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഏൻഷ്യൻ ഏതൻസ് ഹാസ് നോട്ട് ബീൻ റീച്ച്ഡ് ബൈ എനി പീരീഡ് എക്സെപ്റ്റ് എലിസബത്ത് ഇൻ ഇംഗ്ലണ്ട്. ഈ എഥേനിയൻസിന്റെ ഗ്രീക്ക് പീപ്പിളിന്റെ ആ ഒരു പ്രൊമിനൻസ്, അവരുടെ ഒരു പ്രാമുഖ്യം ഇതുവരെയും വേറൊരു കാലഘട്ടത്തിന് ലഭിച്ചിട്ടില്ല. ഏത് കാലഘട്ടത്തിന് ലഭിച്ചിട്ടുള്ളൂ? എലിസബത്ത് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് 20th സെഞ്ചുറി. 20th സെഞ്ചുറിക്കും എലിസബത്ത് ഇൻ ഇംഗ്ലണ്ടും. എലിസബത്ത് ഇൻ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ക്യൂൻ എലിസബത്ത് ഇംഗ്ലണ്ടിൽ വാണിരുന്ന കാലത്തിനാണ് എലിസബത്ത് ഏജ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീക്ക് പീപ്പിളിന്റെ പ്രൊമിനൻസ് ഓഫ് ഡ്രാമ അച്ചീവ് ചെയ്ത കാലഘട്ടം എന്ന് പറയുന്നത് എലിസബത്തിൻ ഇംഗ്ലണ്ടും പിന്നെ എന്താണ് 20th സെഞ്ചുറിയുമാണ്, 20ാം നൂറ്റാണ്ടുമാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെസ്റ്റേൺ ഡ്രാമ ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ഏതൻസ്, ഗ്രീസ് between 600 and 200 BC. The ancient Athenians created plays that are still among the greatest works of drama. The form, technique and terminology applied by the Athenians are still relevant. It can be said that the greatness of ancient Athens has not been reached by any period except Elizabethan England and the 20th century. In Greece, the theatre is believed to have evolved from religious rites. In Greece, theatre is believed to have evolved from religious rites. Theatre believed to have evolved from religious rites എന്ന് പറഞ്ഞാൽ റിലീജിയസ് ആയിട്ടുള്ള സെറിമണീസിൽ നിന്നാണ് ഗ്രീക്ക് തിയേറ്റർ എവോൾവ് ചെയ്തിരിക്കുന്നത്, ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഒറിജിൻ ഓഫ് ദി ഗ്രീക്ക് തിയേറ്റർ എന്ന് പറഞ്ഞാൽ റിലീജിയസ് റൈറ്റ്സിൽ നിന്നാണ്, മതപരമായ ചടങ്ങുകളിൽ നിന്നാണ്. ഇൻ ഗ്രീസ് ദ തിയേറ്റർ ഈസ് ബിലീവ്ഡ് ടു ഹാവ് ഇവോൾവ്ഡ് ഫ്രം റിലീജിയസ് റൈറ്റ്സ്. നമ്മൾ അതിന്റെ ബാക്കി ഭാഗത്തേക്ക് പോകുമ്പോൾ ഇനി പറയാനുള്ള ഭാഗം ഗ്രോത്ത് ഓഫ് ഡ്രാമയാണ്. ഗ്രോത്ത് ഓഫ് ഡ്രാമ. ഡിസ്ക്രൈബിംഗ് ദ ഗ്രോത്ത് ഓഫ് ഡ്രാമ, നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഡ്രാമയുടെ ഗ്രോത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ദ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റേജ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓൾ ഹ്യൂമൻ ഇമ്പൾസസ്. ഹി സേസ് ദ പ്ലേറൈറ്റ്സ് ആർ ദ ചിൽഡ്രൻ ഓഫ് ലൈഫ്. ദ ഫസ്റ്റ് പ്ലേറൈറ്റ് സ്റ്റാർട്ടഡ് ആസ് എ പ്ലെയർ ആൻഡ് എ മാജിക് മേക്കർ. അപ്പോൾ ഡിസ്ക്രൈബിംഗ് ദ ഗ്രോത്ത് ഓഫ് ഡ്രാമ വി ക്യാൻ സേ ദാറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റേജിന്റെ ഡെവലപ്മെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ്. Development of stage is associated with the all human impulses. But describing the growth of drama, ഡ്രാമയുടെ ഗ്രോത്തിനെ പറ്റി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ the development of stage is associated with all human impulses. He says the playwrights are the children of life. The first playwright started as a player and a magic maker. First
പ്ലേറൈറ്റ് ഹി സേസ് ദ പ്ലേറൈറ്റ് എന്ന് പറഞ്ഞ ചിൽഡ്രൻ ഓഫ് ലൈഫ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവിതങ്ങളിൽ നിന്നുള്ള കുട്ടികൾ, ജീവിതത്തിന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്നും രൂപപ്പെടുന്ന കുട്ടികളാണ് ചിൽഡ്രൻ ഓഫ് പ്ലേറൈറ്റ്സ് എന്ന് പറയുന്നത്. ഡ്രമാറ്റിസ്റ്റ് took the whole world of experience and copied movements of gestures. അപ്പൊ ആക്ച്വലി ടെക്സ്റ്റ് പിടിക്കുന്നതിൻ്റെ ഇതിലാണ് ചെരിഞ്ഞു വരുന്നത് കേട്ടോ. ടെക്സ്റ്റ് താഴെ ഇങ്ങനെ പിടിക്കുന്നതിൻ്റെ ഇതിൽ ചെരിഞ്ഞു വരുന്നത്. നേരെ വെച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതിനിടയ്ക്കുള്ള ഒരു ഗ്യാപ്പിൽ ബുക്ക് വെക്കാനുള്ള സ്ഥലമില്ല, അതുകൊണ്ടാണ് ചെരിഞ്ഞു വരുന്നത്. സോറി ഫോർ ദാറ്റ്. The dramatist took the whole experience. That is, took the whole of experience and copied movements and gestures and sounds. He discharged excess energy with place and prepared for purposeful action. Man used dance to express his desires. Place man used dance to express his desires. The playwright gradually organized the performance as a commercial activity. Playwright gradually organized. പ്ലേറൈറ്റ് എന്ന് പറഞ്ഞ നാടകകൃത്ത് ഓർഗനൈസ് ചെയ്യുന്നത് പെർഫോമൻസ് ആസ് എ കൊമേഴ്സ്യൽ ആക്ടിവിറ്റി, ഒരു കൊമേഴ്സ്യൽ ആക്ടിവിറ്റി എന്ന നിലയിലാണ് പ്ലേറൈറ്റ്സ് എന്ത് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത് പെർഫോമൻസ്. കൊമേഴ്സ്യൽ ആക്ടിവിറ്റി വാണിജ്യപരമായ ഒരു പ്രവൃത്തി എന്നുള്ള രീതിയിലാണ് പ്ലേയേഴ്സ് ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യുന്നത്. The playwright gradually organized the performance as a commercial activity. After Greece, Rome was the next place that saw development of drama. ഗ്രീസിന് ശേഷം, ഏതൻസിന് ശേഷം പ്ലേസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തൊരു കാലഘട്ടം രാജ്യം എന്ന് പറയുന്ന റോമാണ്. ആഫ്റ്റർ ഗ്രീസ്, റോം വാസ് ദ നെക്സ്റ്റ് പ്ലേസ് ദാറ്റ് സോ ഡെവലപ്മെന്റ് ഓഫ് ഡ്രാമ. ഡ്രാമയുടെ ഡെവലപ്മെന്റ് കണ്ട നെക്സ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ റോമാണ്. നെക്സ്റ്റ് പ്ലേസ് റോമാണ് കേട്ടോ. ആഫ്റ്റർ ഗ്രീസ്, റോം വാസ് ദ നെക്സ്റ്റ് പ്ലേസ് ദാറ്റ് സോ ദ ഡെവലപ്മെന്റ് ഓഫ് ഡ്രാമ. ഡ്രാമയുടെ ഡെവലപ്മെന്റ് കണ്ട നെക്സ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ റോമാണ്. ഏർലി പ്ലേസ് വെയർ കോൾഡ് മിസ്റ്ററീസ് ആൻഡ് മിറാക്കിൾസ്. പണ്ടത്തെ പ്ലേസിനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് മിസ്റ്ററി പ്ലേസ് ആൻഡ് മിറാക്കിൾ പ്ലേസ് എന്നായിരുന്നു. മിസ്റ്ററി പ്ലേസ് ആൻഡ് മിറാക്കിൾ പ്ലേസ്. Early plays were called mysteries and miracles. Mystery plays were based on stories taken from the scripture narrative. ഗ്രന്ഥങ്ങളിൽ നിന്ന്, പുരാണ ഗ്രന്ഥങ്ങൾ, മതപരമായ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഇതാണ് മിസ്റ്ററി പ്ലേസ് എന്ന് പറയുന്നത്. മിസ്റ്ററി പ്ലേസ് വെയർ ബേസ്ഡ് ഓൺ സ്റ്റോറീസ് ടേക്കൺ ഫ്രം ദ സ്ക്രിപ്ചർ നറേറ്റീവ്. സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ ഗ്രന്ഥങ്ങൾ, വേദഗ്രന്ഥങ്ങളില്ലേ, അതിന്റെ നറേറ്റീവിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മിസ്റ്ററി പ്ലേസ്. While miracle plays were based on the incidents in the lives of saints and martyrs. രക്തസാക്ഷികളായിട്ടുള്ള ആൾക്കാർ, മാർട്ടിയേഴ്സിലെ, സെയിൻസിലെ മാർട്ടിയേഴ്സ്, സെയിൻ്റ് ആരാ, വിശുദ്ധന്മാര്, മാർട്ടിയേഴ്സ് രക്തസാക്ഷിയായ മാർട്ടിയേഴ്സിന്റെ ഒക്കെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആണ് മിറക്കിൾ പ്ലേസ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഗ്രീസിന് ശേഷം റോം വാസ് ദ നെക്സ്റ്റ് പ്ലേസ് ദാറ്റ് സോ ഡെവലപ്മെന്റ് ഓഫ് ഡ്രാമ. ഡ്രാമയുടെ ഡെവലപ്മെന്റ് കണ്ട നെക്സ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ റോമാണ്. ദ ഏർലി പ്ലേസ് വെയർ കോൾഡ് മിസ്റ്ററീസ് ആൻഡ് മിറക്കിൾ പ്ലേസ്. ഏർലി പ്ലേസിനെ നമ്മൾ വിളിക്കുന്നത് മിസ്റ്ററി പ്ലേസ്, മിറക്കിൾ പ്ലേസ് എന്നാണ്. മിസ്റ്ററി പ്ലേസ് വെയർ ബേസ്ഡ് ഓൺ സ്റ്റോറീസ് ടേക്കൺ ഫ്രം ദ സ്ക്രിപ്ചർ നറേറ്റീവ്. മിസ്റ്ററി പ്ലേസ് ഇതിൽ നിന്നാണ് ഇരിക്കുന്നത്, സ്റ്റോറീസ് ടേക്കൺ ഫ്രം ദ സ്ക്രിപ്ചർ നറേറ്റീവ്. While miracle plays were based on the incidents in the lives of saints and martyrs. സെയിൻസിന്റെയും മാർട്ടിയേഴ്സിന്റെയും ലൈഫിൽ നിന്നാണ് മിസ്റ്ററി പ്ലേസ് എടുത്തിട്ടുള്ളത്. മിസ്റ്ററി പ്ലേസ് എടുത്തിട്ടുള്ളത് സ്റ്റോറീസ് ടേക്കൺ ഫ്രം സ്ക്രിപ്ചർ ആൻഡ് മിറക്കിൾ പ്ലേസ് വെയർ ഫ്രം ദ ലൈഫ്സ് ഓഫ് മാർട്ടിയേഴ്സ് ആൻഡ് സെയിൻസ്. അത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. അടുത്തത് ഗ്രീക്ക് തിയേറ്ററിനെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ടോപ്പിക് ഇന്ന് ഡ്രാമ എന്നുള്ള ടോപ്പിക്കാണല്ലോ. ഗ്രീക്ക് തിയേറ്റർ ആണ് അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഗ്രീക്ക് തിയേറ്റർ നോക്കാം എന്താണെന്ന്. ആംഫി തിയേറ്റേഴ്സ് വെർ യൂസ്ഡ് ടു സ്റ്റേജ് പ്ലേസ് ഇൻ ഏൻഷ്യൻ ഗ്രീസ്. ഏൻഷ്യൻ ഗ്രീസിലെ, പൗരാണിക ഗ്രീസില് പ്ലേസ്, സ്റ്റേജ് പ്ലേസ്, തിയേറ്റേഴ്സ് വെർ യൂസ്ഡ് ടു സ്റ്റേജ് പ്ലേസ് ഇൻ ഏൻഷ്യൻ ഗ്രീസ്. Amphitheaters had a round stage, 3/4 of which were surrounded by the audience. അപ്പൊ ആംഫി തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെന്താണ്, റൗണ്ട് സ്റ്റേജ് ആണുള്ളത്. 3/4, ഒരു 1/4 ഭാഗം വേർ സറൗണ്ടഡ് ബൈ ഓഡിയൻസ്. ആംഫി തിയേറ്റേഴ്സിലെ 1/4 ഭാഗവും ഓഡിയൻസിനാൽ സറൗണ്ട് ചെയ്യപ്പെട്ടാണ്, ചുറ്റപ്പെട്ടതാണ്.
They were very large and could accommodate up to 25,000 people. 25,000 ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിനുള്ളതാണ് ആംഫി തിയേറ്റർ. മുക്കാൽ ഭാഗവും ആരാണ്? ഓഡിയൻസ് ആണ്. ആംഫി തിയേറ്റേഴ്സ് റൗണ്ട് യൂസ്ഡ് സ്റ്റേജ് പ്ലേസ് ഇൻ ഏൻഷ്യൻ ഗ്രീസ്. ആംഫി തിയേറ്റേഴ്സ് അവിടെ റൗണ്ട് സ്റ്റേജ് ആണുള്ളത്. മുക്കാൽ ഭാഗം അതില് സറൗണ്ടഡ് ബൈ ഒരു ഇന്ററപ്ഷൻ. Amphitheaters were surrounded by audience. Amphitheaters were used to stage plays in ancient Greece. Amphitheaters are a round stage, 3/4 of which were surrounded by the audience. They were very large and could accommodate up to 25,000 people. Plays were performed in daylight. The actors spoke in a loud declamatory voice. They had mask and symbolical costumes and used large gestures. ആംഫി തിയേറ്റേഴ്സ് റൗണ്ടഡ് ആണ്, ഷേപ്പിലാണ്. മുക്കാൽ ഭാഗം ഓഡിയൻസിനെ സറൗണ്ട് ചെയ്യപ്പെട്ടതാണ്. ഓഡിയൻസ് 25,000 ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിനാണ് ആംഫി തിയേറ്ററിന്റെ ഒരു രീതി. പ്ലേസ് വർ പെർഫോംഡ് ഇൻ ഡേ ലൈറ്റ്. ഡേ ലൈറ്റിലാണ് പ്ലേസ് പെർഫോമൻസ് ചെയ്യപ്പെടുന്നത്. ദ ആക്ടേഴ്സ് സ്പോക്ക് ഇൻ എ ലൗഡ് ഡിക്ലമേറ്ററി വോയിസ്. ആക്ടേഴ്സ് സ്പോക്കിന് ലൗഡ്, ആക്ടേഴ്സ് സംസാരിക്കുന്നത് ലൗഡായിട്ടും വളരെ ഡിക്ലെയർ ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ദേ ഹാഡ് മാസ്കുകൾ വെച്ചിട്ടുണ്ടാകും, സിംബോളിക്കൽ കോസ്റ്റ്യൂംസ് ഉണ്ടാകും. കോസ്റ്റ്യൂംസ് ഒക്കെ അവരുടെ സിംബോളിക്കൽ പ്രതീകാത്മക കോസ്റ്റ്യൂംസ്, അവരുടെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രതീകാത്മക കോസ്റ്റ്യൂംസ്. ആൻഡ് യൂസ്ഡ് ലാർജ് ജസ്റ്റേഴ്സ്, അവര് ജസ്റ്റേഴ്സ് ഉപയോഗിക്കും. ദ കോറസ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഗ്രീക്ക് തിയേറ്റർ. കോറസ് എന്ന് പറഞ്ഞ ഗായക സംഘം ഉണ്ടാകും. ഗ്രീക്ക് തിയേറ്ററിന്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് കോറസ്. ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഗ്രീക്ക് തിയേറ്റർ. Plays were performed in daylight. The actors spoke in a loud declamatory voice. They had mass and symbolical costumes and used large gestures. The chorus was an important part of Greek theatre. The audience included many of men. ഓഡിയൻസ് ഉണ്ടാവുന്ന ജനങ്ങളായിരിക്കും, പുരുഷന്മാരായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. The audience could include the audience included only men. Slaves and women were excluded from the audience. ഓഡിയൻസിൽ നിന്നും സ്ലേവ്സിനെയും, സ്ലേവ്സ് അടിമകൾക്കും സ്ത്രീകൾക്കും തിയേറ്റർ പെർഫോമൻസ് കാണാൻ അവസരം ഉണ്ടായിരുന്നില്ല. Ancient Greek drama had a more ritual, symbolic and didactic purpose. Ritual ഒരു എന്താണ്, റിച്വൽസ് ഒക്കെ ഉള്ളതാണെന്ന് പറഞ്ഞാൽ എന്താ, മതപരമായ ചടങ്ങുകൾ പോലത്തെ, സിംബോളിക് പ്രതീകാത്മകത. ഡൈഡാറ്റിക് പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൈഡാറ്റിക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഗുണപാഠപരമായ പർപ്പസ് ഒക്കെ ഉള്ളതാണ് അത്. Purpose since it was performed at special occasions such as religious ceremonies. The audience included men ആണ് ഓഡിയൻസിൽ കൂടുതലായിട്ടും വരുന്നത്. It is an open air Greek theatre. The audience included men. Slaves and women were excluded from the audience. Ancient Greek drama had a more a virtual, symbolic and didactic purpose since it was performed. It was performed on special occasions such as the religious ceremonies. സമയത്തൊക്കെയാണ് ഇങ്ങനത്തെ ഡ്രാമ എനാക്ട് ചെയ്യുന്നത്. റിലീജിയസ് സെറമണീസിൻ്റെ ഒക്കെ സമയത്താണ്. The theatre in Epidaurus theatre. It is an open Greek theatre. അപ്പോൾ തിയേറ്റർ ഇൻ സ്റ്റോൺ ആണ്. അടുത്തായിട്ട് തിയേറ്റർ ഇൻ സ്റ്റോൺ. ഗ്രീക്ക് തിയേറ്ററെ പറ്റി പറഞ്ഞു. അടുത്തായിട്ട് തിയേറ്റർ ഇൻ സ്റ്റോൺ, അതിൻ്റെ പേര് എപ്പിഡോറസ്. തിയേറ്റർ ഇൻ എപ്പിഡോറസ്. ഇറ്റ് ഈസ് ആൻ ഓപ്പൺ എയർ ഗ്രീക്ക് തിയേറ്റർ. ഓപ്പൺ എയർ ഗ്രീക്ക് തിയേറ്റർ ആണ് എപ്പിഡോറസ് എന്ന് പറയുന്നത്. ഓപ്പൺ എയർ ഗ്രീക്ക് തിയേറ്റർ ആണ്. ദ സീറ്റ്സ് ഫോർ ദ ഓഡിയൻസ് ആർ made on the slope of a hill. The seats for the audience are made on a slopes of ഹില്ലിന്റെ സ്ലോപ്സിലാണ്. അപ്പൊ നോക്കിക്കേ, ഇത് സീറ്റ്സ്. ഇറ്റ് ഈസ് എൻ ഓപ്പൺ എയർ ഗ്രീക്ക് തിയേറ്റർ ആണ് എപ്പിഡോറസ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ഇൻ തിയേറ്റർ ഇൻ സ്റ്റോൺ. ദ സീറ്റ്സ് ഫോർ ദ ഓഡിയൻസ് ആർ മെയ്ഡ് ഓൺ സ്ലോപ്പ് ഓഫ് എ ഹില്ലിന്റെ സ്ലോപ്സ്, ചെരിവുകളിലാണ്. ഇവിടെ ഈ ഓഡിയൻസിനുള്ള സീറ്റ്സ് ഹില്ലിന്റെ ചെരിവുകളിലായിരുന്നു. It had a large dancing orchestra for chorus. Greek theatre saw changes under Roman influence. ഗ്രീക്ക് തിയേറ്ററിന് റോമൻ ഇൻഫ്ലുവൻസിൽ വളരെയധികം ചേഞ്ചസ് ഉണ്ടായി.
Greek theatre having wide changes in Roman influence. അടുത്തിട്ട് അപ്രോൺ സ്റ്റേജിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഡ്രാമ, നമ്മുടെ ടോപ്പിക്കിന്റെ പേര് ഡ്രാമ ആൻഡ് തിയേറ്റർ എന്നാണ്. ഇന്നത്തെ ലെസന്റെ പേര് ഡ്രാമ ആൻഡ് തിയേറ്റർ ആണ്. അതിൽ അപ്രോൺ തിയേറ്റർ എന്താണെന്നാണ് അടുത്തായിട്ട് നമ്മൾ പറയുന്നത്. അപ്രോൺ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ എലിസബത്തൻ ഏജ്, ഡ്യൂറിങ് ദ എലിസബത്തൻ പീരീഡ്, എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടത്ത് ഡ്യൂറിങ് ദ എലിസബത്തൻ പീരീഡ് ഡ്രാമാസ് വെർ സ്റ്റേജ് ഇൻ പബ്ലിക് തിയേറ്റേഴ്സ്, ഡ്രാമാസ് പബ്ലിക് തിയേറ്റേഴ്സിലായിരുന്നു പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ഡ്യൂറിങ് ദ എലിസബത്തൻ പീരീഡ്, എലിസബത്തൻ കാലഘട്ടത്ത് ഡ്രാമാസ് വെർ സ്റ്റേജ് ഇൻ പബ്ലിക് തിയേറ്റേഴ്സ്, ഡ്രാമാസ് പബ്ലിക് തിയേറ്റേഴ്സിലായിരുന്നു പ്ലേ ചെയ്തിരുന്നത്. ഇറ്റ് വാസ് നോട്ട് പെർഫോംഡ് ഔട്ട്ഡോഴ്സ്, ഔട്ട്ഡോറിലായിരുന്നില്ല, പുറമേ ആയിരുന്നില്ല പ്ലേ ചെയ്തിരുന്നത്. During the Elizabethan period, dramas were staged in public theatres. It was not performed outdoors. The stage was, however, open air theatre. സ്റ്റേജിന് ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ടായിരുന്നു. During the Elizabethan period, dramas were staged in public theatres. It was not performed outdoors. The stage was, however, still open air theatre. Stage was, however, ഓപ്പൺ എയർ തിയേറ്റർ ആയിരുന്നു. അപ്രോൺ സ്റ്റേജിലും ഓപ്പൺ എയർ തിയേറ്റർ ആയിരുന്നു. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ എയർ തിയേറ്റർ ആയിരുന്നു. അടുത്തായിട്ട് റെസ്റ്റോറേഷൻ സ്റ്റേജ് ആണ്. റെസ്റ്റോറേഷൻ സ്റ്റേജ് നോക്കാം എന്താണെന്ന്. ഡ്യൂറിങ് ദ 17th and 9th centuries, തിയേറ്റേഴ്സ് വെയർ സ്മോളർ ദാൻ എലിസബത്തൻ തിയേറ്റർ. 17ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ഒക്കെ തിയേറ്റേഴ്സ് വെയർ സ്മോളർ ദാൻ എലിസബത്തൻ തിയേറ്റർ, എലിസബത്തൻ തിയേറ്ററിനേക്കാൾ സ്മോളർ തിയേറ്റേഴ്സ് ആയിരുന്നു. ദേ കുഡ് അക്കോമഡേറ്റ് അബൌട്ട് 500 പീപ്പിൾ, ഒരു 500 ആളുകൾക്ക് ഇരിക്കാൻ പാകത്തിന് മാത്രമുള്ളതായിരുന്നു സ്റ്റേജ്. റെസ്റ്റോറേഷൻ കാലഘട്ടത്ത് 17th 19th സെഞ്ചുറീസിലെ തിയേറ്റർ എലിസബത്തൻ തിയേറ്ററിനേക്കാളും ചെറുതായിരുന്നു. 500 പേരെ അക്കോമഡേറ്റ് ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു എലിസബത്തൻ റെസ്റ്റോറേഷൻ തിയേറ്റർ. ഡ്രാമാസ് വെർ സ്റ്റേജ് ഇൻ ക്ലോസ്ഡ് റൂംസ്, അപ്പോൾ അടച്ചിട്ട മുറികളിലായിരുന്നു ഡ്രാമാസ് പ്ലേ ചെയ്തിരുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് വെർ യൂസ്ഡ് ഓൺ ദ സ്റ്റേജ്, സ്റ്റേജിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രാമാസ് വെർ സ്റ്റേജ് ഇൻ ക്ലോസ്ഡ് റൂംസ്, ക്ലോസ്ഡ് റൂംസിലായിരുന്നു, അടച്ചിട്ട റൂമുകളിലായിരുന്നു. പിന്നെ എന്താ പറഞ്ഞ, ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്സ് വെയർ യൂസ്ഡ് ഓൺ ദ സ്റ്റേജ്, പീപ്പിൾ സ്റ്റിൽ ഇൻ ദ ഇലുമിനേറ്റഡ് റൂം, ആളുകൾ ലൈറ്റുള്ള റൂമിലും മറ്റെന്താണ് പീപ്പിൾ സ്റ്റിൽ സിറ്റ് ഇൻ ദ ഇലുമിനേറ്റഡ് റൂം. എ ഡെക്കറേറ്റീവ് ഫ്രെയിം വാസ് യൂസ് ടു ക്ലോസ് ദ സ്റ്റേജ്, ഒരു സ്റ്റേജിനെ ക്ലോസ് ചെയ്യാനായിട്ട് ഒരു ഡെക്കറേറ്റഡ് ഫ്രെയിം ഉണ്ടായിരുന്നു. They did not use curtain and scene change happened in front of the audience. അപ്പം എന്താണ്, കർട്ടൻ ഒന്നും ഉണ്ടായിരുന്നില്ല, കട്ടൻ വലിക്കലൊന്നും ഉണ്ടായില്ല. കട്ടന് പകരം ഓരോ സ്റ്റേജ് ആക്ടിവിറ്റീസ് കഴിയുമ്പോൾ ആക്ടേഴ്സ് ഡിസപ്പിയർ ചെയ്യും, വീണ്ടും വരും. They did not use curtain and scene changed happened in front of the audience. During the 17th and 19th centuries, theatres were smaller than Elizabethan theatre. They could accommodate about 500 people. Dramas were staged in closed rooms. Artificial lights were used on the stage. People sit in illuminated room. Decorative frame used to close the stage. They did not use curtain or scene changed happened. Scene change happened in front of the audience. അടുത്തത് പ്രൊസീനിയം സ്റ്റേജ്. പ്രൊസീനിയം സ്റ്റേജ് വിവിധതരം സ്റ്റേജുകളെ പറ്റി നമ്മൾ പറയുന്നത്. തിയേറ്റർ ആൻഡ് സ്റ്റേജ്, ഡ്രാമ ആൻഡ് തിയേറ്റർ, അതാണ് നമ്മുടെ ടോപ്പിക്കിന്റെ പേര്. പ്രൊസീനിയം സ്റ്റേജ്. ഇത് പ്രൊസീനിയം സ്റ്റേജ് മീൻസ് പിക്ചർ ഫ്രെയിം സ്റ്റേജ്. പിക്ചർ ഫ്രെയിം ഉള്ള സ്റ്റേജ് എന്നാണ് പ്രൊസീനിയം സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രെയിം പിക്ചർ. ഇറ്റ് വാസ് ദ സ്റ്റേജ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദ 19th and 20th centuries. 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിലും ഡെവലപ്പ് ചെയ്ത സ്റ്റേജ് ആണ് പ്രൊസീനിയം സ്റ്റേജ്. ആക്ടേഴ്സ് ആൻഡ് ഓഡിയൻസ് വെർ സെപ്പറേറ്റഡ്, ഒരു റാമ്പ് വെച്ചിട്ട് രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാകും. ദ സ്റ്റേജ് വാസ് ലൈറ്റഡ് വെൻ ദ ആക്ടേഴ്സ് പെർഫോംഡ്. ആക്ടേഴ്സ് പെർഫോം ചെയ്യുമ്പോൾ സ്റ്റേജ് നല്ല ഇലുമിനേഷൻ ഉണ്ടാകും. ദ ഓഡിറ്റോറിയം റിമൈൻഡ് ഡാർക്ക് ഡ്യൂറിങ് ദ പെർഫോമൻസ്. ഓഡിറ്റോറിയം റിമൈൻഡ് ഡാർക്ക്, സ്റ്റേജ് ഈസ് ഇലുമിനേറ്റഡ്. അത് നല്ലൊരു സംവിധാനമായിട്ട് നമുക്ക് തോന്നുന്നത്. നമ്മളും കണ്ടാക്കട്ടെ എങ്ങനെയാണ്. ഇലുമിനേറ്റഡ് ആയിരിക്കരുത് ഓഡിയൻസ് ഇരിക്കുന്ന സ്ഥലം. ഓഡിയൻസ് ഇരിക്കുന്ന സ്ഥലം ഡാർക്കും സ്റ്റേജ് ഇലുമിനേറ്റഡ് ആവുകയാണ് കാണികൾക്ക് കാഴ്ചയ്ക്ക് ഭംഗി. The proscenium stage means picture frame stage. It was the stage developed during the 19th and
20th centuries. Actors and audience were separated by the ramp. The stage was illuminated when the actors performed. The auditorium remained dark during the performance. Scenery were elaborate and true to life. Scenery elaborate വളരെ വിപുലമായതും ട്രൂ ടു ലൈഫാണ്. ലൈഫിനോട് വളരെ സാമ്യമുള്ള തരത്തിലുള്ള സ്റ്റേജാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. True to life, new technologies were introduced for more detailed props, lighting, sound system. Play different types of stage of developed in the present era. അപ്പം നമ്മളിപ്പോൾ പ്രോസീനിയം സ്റ്റേജ് മീൻസ് എന്താണ് പറയുന്നത്? ഫ്രെയിം സ്റ്റേജ്, പിക്ചർ ഫ്രെയിം സ്റ്റേജിനാണ് പ്രോസീനിയം സ്റ്റേജ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ദ സ്റ്റേജ് ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ 20th and 19th centuries. Actors and audience were separated. The stage was illuminated while the actors performed on the stages. Auditorium remained dark. Scenery was elaborate. വലിയ വിപുലമായ സീനറി ഉണ്ടാവും. ആൻഡ് ട്രൂ ടു ലൈഫ്, ജീവിതത്തിനോട് വളരെ ചേർച്ചയുള്ള സീനറീസ് ആയിരിക്കും. ന്യൂ ടെക്നോളജീസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ്. ഇത്തരം കാര്യങ്ങളാണ് ആദ്യ ഭാഗത്ത് ഉള്ളത്. ഇനി നമ്മൾ പറയുന്നത് ഡ്രാമ ഗ്രീസ് നോക്കിക്കേ. The drama in Greece originated from religious rites എന്ന് പറഞ്ഞായിരുന്നു. റിലീജിയസ് റൈറ്റ്സിൽ നിന്നാണ് ഡ്രാമ ഒറിജിനേറ്റഡ് ഇൻ ഗ്രീസ്. ഡ്രാമ ഒറിജിനേറ്റഡ് ഇൻ ഗ്രീസ് ഇൻ റിലീജിയസ് റൈറ്റ്സ്. Drama in Greece originated from religious rites. People in Thrace in northern Greece in about 1,200 people. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഇവിടെ ഈ ടെക്സ്റ്റിന്റെ അറേഞ്ച്മെന്റ് മാറ്റുമ്പോഴാണ് ഇത് അല്പം നീങ്ങി പോകുന്നത് കേട്ടോ. സോറി ഫോർ ദി ഇന്ററപ്ഷൻ. The drama in Greece originated from religious rites. People in Thrace in northern Greece is about 1200 BC worshipped Dionysius, the god of fertility and procreation. ഫെർട്ടിലിറ്റിയുടെ ഗോഡായ ഫലപുഷ്ടിയുടെയും ഉൽപാദനത്തിൻ്റെയും ഗോഡായ ഡൈനീഷ്യസിനെ ആരാധിച്ചിരുന്നു. ബി സി കാലഘട്ടത്ത് 1200 ബി സി കാലഘട്ടത്ത് ഡൈനീഷ്യസ് എന്ന പ്രൊക്രിയേഷൻ്റെയും അതേപോലെ ഫെർട്ടിലിറ്റിയുടെയും ഗോഡിനെ ആരാധിച്ചിരുന്നു. ദേ പ്രാക്ടീസ്ഡ് റിച്വൽ സെലിബ്രേഷൻ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഡ്രാമാസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് ഓൺ ദ സ്റ്റേജ്. റിച്വൽസ്, റിലീജിയസ് റിച്വൽസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, റിലീജിയസ് ആയിട്ടുള്ള സെറിമണീസ് ചടങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. The drama in Greece originated from religious rites. People in Thrace in northern Greece is in about 1200 BC worshipped Dionysius, the god of fertility and procreation. They practiced the ritual celebration including uninhibited dance and they practiced the ritual celebration. Ritual ആയിട്ടുള്ള സെലിബ്രേഷൻസ് അവർ കൊണ്ടാടിയിരുന്നു. They practiced rituals with uninhibited dancing and emotional displays with an altered mental stage. Another part of the rites of Dionysius was the dithyramb or choricrahim. This ഒരു ചാൻറ്റാണ്, ഒരു മന്ത്രോച്ചാരണം പോലെയുള്ളതാണ്. ഡൈനീഷ്യസിനെ പ്രകീർത്തിക്കാൻ വേണ്ടി, ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റിനെയും പ്രൊക്രിയേഷനുമായ ഡൈനീഷ്യസിനെ പ്രകീർത്തിക്കാൻ വേണ്ടി പാടുന്ന പാട്ടുകൾ. It was performed by men. Men ആണ് പെർഫോം ചെയ്തിരുന്നത്. ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് ആൻഡ് ബാൻഡ് ഓഫ് റിവലേഴ്സ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം it became stories in play with which became tragedy if it has unhappy ending and comedy if it has a happy ending. അപ്പോൾ ഡൈനീഷ്യസിന് പ്രകീർത്തിക്കാനായിട്ട് ഹാപ്പി എൻഡിങ്ങിലായിട്ടുള്ള കോമഡീസും സാഡ് എൻഡിങ് ആയിട്ടുള്ള ട്രാജഡീസ് ഒക്കെ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. ഇപ്പൊ ഡൈനീഷ്യസ് എന്ന് പറയുന്ന ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റി ആൻഡ് പ്രൊക്രിയേഷനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ആളുകൾ സ്റ്റേജിൽ ഡ്രാമാസ് പെർഫോം ചെയ്തിരുന്നു. കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി നമ്മുടെ ചാപ്റ്റർ 1 കാര്യങ്ങളെ കിട്ടുന്നേരം പറഞ്ഞത്. ചാപ്റ്റർ 1 പേരെന്താണ് ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ, ഡ്രാമ ആൻഡ് തിയേറ്റർ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഡ്രാമ ആൻഡ് തിയേറ്റർ എന്ന ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചാപ്റ്റർ 2 പോകുന്നത് കേട്ടോ. ചാപ്റ്റർ 2. അപ്പൊ ഡ്രാമ ആൻഡ് തിയേറ്ററിൽ നമ്മൾ വായിച്ച് കേട്ട കാര്യങ്ങൾ പുസ്തകത്തിൽ നോക്കി അടയാളപ്പെടുത്തി നിങ്ങൾ പഠിക്കണം. പുസ്തകം കുറച്ച് എലാബറേറ്റ് ആണ്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അത്രയ്ക്ക് എലാബറേറ്റ് ആയി പോകാൻ പറ്റില്ല. നമ്മൾ അത്യാവശ്യമുള്ള എല്ലാ പോയിന്റുകളും പറഞ്ഞിട്ടുണ്ട്.
അടുത്തായിട്ട് ആസ്പെക്ട്സ് ഓഫ് ഡ്രാമ, ചാപ്റ്റർ 2 ആണ് ആസ്പെക്ട്സ് ഓഫ് ഡ്രാമ. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആസ്പെക്ട്സ് ഓഫ് ഡ്രാമ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്രാമ അക്വയേഴ്സ് എ സ്റ്റോറി. ഡ്രാമ എന്ന് പറയുമ്പോൾ അതിന് സ്റ്റോറി ഉണ്ടാവണം, ആക്ടേഴ്സ് ഉണ്ടാവണം, ആക്ഷൻസ് ഉണ്ടാവണം, സെറ്റിംഗ് വേണം, എ സ്റ്റേജ് വേണം, ഓഡിയൻസ് വേണം, ഡയലോഗ് സെറ്റ് ടു ബി എ കംപ്ലീറ്റ് പ്ലേ. ഒരു പ്ലേ കംപ്ലീറ്റ് ആകണമെങ്കിൽ എന്തൊക്കെ വേണം? സ്റ്റോറി വേണം, ആക്ടേഴ്സ് വേണം, ആക്ഷൻസ്, സെറ്റിങ്സ്, സ്റ്റേജ്, ഓഡിയൻസ്, ഡയലോഗ്സ് ടു ബി എ കംപ്ലീറ്റ് സ്റ്റോറി. സ്റ്റോറി കംപ്ലീറ്റ് ആണെങ്കിൽ ഈ സ്റ്റെപ്സ് എല്ലാം ആകും. ഇതെല്ലാം ആസ്പെക്ട്സ് ഓഫ് എ ഡ്രാമയാണ്. സ്റ്റോറി, ആക്ടേഴ്സ്, ആക്ഷൻ, സെറ്റിംഗ്സ്, സ്റ്റേജ്, ഓഡിയൻസ്, ഡയലോഗ്. ഡ്രാമ ഈസ് ദസ് കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് ഇൻഡിപെൻഡന്റ് ആർട്ട് ഫോം. ഏറ്റവും ഡിപ്പെൻഡൻ്റ് ആയ ആർട്ട് ഫോമാണ്. പലതിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇതിരിക്കുന്നത്. ഡ്രാമ ഈസ് ദസ് കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് ഡിപ്പെൻഡന്റ് ആർട്ട് ഫോം. പ്ലേ ഓൾസോ ഇൻവോൾവ്സ് കോൺഫ്ലിക്റ്റ്. പ്ലേയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇൻവോൾവ്സ് കോൺഫ്ലിക്റ്റ്, ക്രൈസിസ് ആൻഡ് അറ്റ്മോസ്ഫിയർ. പ്ലേയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം, ക്രൈസിസ് ഉണ്ടാകാം, പല അറ്റ്മോസ്ഫിയേഴ്സ് ഉണ്ടാകാം. പ്ലേ ക്യാൻ ബി എൻജോയബിൾ ടു റീഡ് ആൻഡ് എൻ്റർടൈനിങ്. പ്ലേ വായിക്കാൻ എൻജോയബിൾ ആയിരിക്കണം, എൻ്റർടൈനിങ് ആയിരിക്കണം സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ. വെൻ ഇറ്റ് ഈസ് സ്റ്റേജിൽ, സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് എൻ്റർടൈനിങ് ആയിരിക്കണം, വായിക്കുമ്പോൾ എൻജോയിങ് ആയിരിക്കണം. Plays deal with various issues that are related to the human society. ഹ്യൂമൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വേരിയസ് ഇഷ്യൂസ് ഡ്രാമയിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഡ്രാമ ഇസ് ദസ് ദ മോസ്റ്റ് എല്യൂസീവ്, പിടികിട്ടാത്ത, പെക്യൂലിയർ, എൻത്രാളിങ്, നമ്മൾ എൻത്രാൾ ചെയ്യുന്ന, അന്തം വിടുവിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് ഡ്രാമ എന്ന് പറയുന്നത്. Play can be enjoyable to read and entertaining when it is staged. Plays deal with various issues that are related to the human society. മനുഷ്യ സമൂഹവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളാണ് ഡ്രാമയിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. Plays deal with various issues that are related to the human society. Drama is thus the most elusive, peculiar, enthralling. ഡ്രാമ എങ്ങനെയാണ്? മോസ്റ്റ് എലൂസീവ്, പിടികിട്ടാത്ത തരത്തിലുള്ള പെക്യൂലിയർ, എൻത്രാളിങ്. ഇറ്റ് ഹാസ് യൂണിവേഴ്സൽ അപ്പീൽ. ഡ്രാമയ്ക്ക് യൂണിവേഴ്സലി അക്സെപ്റ്റൻസ് ഉണ്ട്. ആൻഡ് ആസ് നിക്കോൾ സെയ്സ്, അദ്ദേഹം പറയാം, നിക്കോൾ എന്ന് പറയുന്ന ആൾ പറയാണ്, ലൈസ് നിയർ ടു ഡീപ്പർ കോൺഷ്യസ്നെസ് ഓഫ് ദ നേഷൻ ഇൻ വിച്ച് ഇറ്റ് ടേക്സ് ഇറ്റ്സ് റൈസ്. ഡ്രാമ ദസ് ഹാസ് എ പ്രോപ്പർ സ്ട്രക്ചർ. ഡ്രാമയ്ക്ക് ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടാകണം. ഇറ്റ് കംപ്രൈസസ് എ സ്റ്റോറി, ക്യാരക്ടേഴ്സ്, ആക്ഷൻ ആൻഡ് ഡയലോഗ്. ഇപ്പൊ ഡ്രാമയിൽ പ്രോപ്പർ സ്ട്രക്ചർ, ഡ്രാമ ഷുഡ് ഹാവ് എ പ്രോപ്പർ സ്ട്രക്ചർ. ഡ്രാമയ്ക്ക് പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടാകണം. ഇറ്റ് കംപ്രൈസസ് എ സ്റ്റോറി വേണം, ക്യാരക്ടേഴ്സ് വേണം, ആക്ഷൻ വേണം, ആൻഡ് ഡയലോഗ് എല്ലാം വേണം. Drama thus has a proper structure. It comprises story, characters, action, and dialogue. Drama is highlighted through images, symbols, metaphors, settings, audio, visual aids, and other literary devices. അപ്പം ഡ്രാമ ഹൈലൈറ്റഡ് ആകുന്നത്, നമ്മളിലേക്ക് എത്തപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്? ത്രൂ ഇമേജസ് ഉണ്ടാകും, പ്രതിരൂപങ്ങൾ ഉണ്ടാകും, സിമ്പിൾസ്, പ്രതീകാത്മകത ഉണ്ടാവും, മെറ്റഫേഴ്സ്, അലങ്കാരങ്ങൾ ഉണ്ടാകും, സെറ്റിങ്സ്, ഒരു പ്രോപ്പർ സെറ്റിങ്ങിലാണ് ഡ്രാമ. പിന്നെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ശ്രവണ കാഴ്ച, വിഷ്വൽസ്, ഓഡിയോ വിഷ്വൽ സഹായം ഉണ്ടാവണം, ആൻഡ് അതർ ലിറ്റററി ഡിവൈസസ്. Playwrights present life on the stage. They deal with human experiences and concerns. മാനുഷിക പ്രോബ്ലംസ് ആണ് ഡ്രാമയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ആക്ഷൻസ്, ക്യാരക്ടേഴ്സ്, തീംസ് ആൻഡ് ഡയലോഗ്സ് റിവീൽ ദ സോൾ ഓഫ് എ പ്ലേ. ഒരു പ്ലേയുടെ സോൾ, ആത്മാവെന്ന് പറയുന്നത് ആക്ഷൻസ്, ക്യാരക്ടറൈസേഷൻ, തീംസ്. ആക്ഷൻസ്, ക്യാരക്ടറൈസേഷൻ, തീംസ് ആൻഡ് ഡയലോഗ് reveal the soul of a play. Playwrights present life on the stage. They deal with human experiences and concerns. Actions, characterization, themes, and dialogue reveal the soul of a play. Drama also has proper structure. It comprises a story, characters, action, and dialogue, and is highlighted through images, symbols, metaphors, settings, audio, visual aids, and other literary devices. Playwrights present life on the stage. ലൈഫാണ് ആക്ച്വലി പ്രസന്റ് ചെയ്യപ്പെടുന്ന ഓൺ ദ സ്റ്റേജിൽ. സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുന്ന ജീവിതമാണ്. ദേ ഡീൽ വിത്ത് ഹ്യൂമൻ എക്സ്പീരിയൻസസ് ആൻഡ് കൺസേൺസ്.
അനുഭവങ്ങളൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ആക്ഷൻസ്, ക്യാരക്ടറൈസേഷൻ, തീംസ് ആൻഡ് ഡയലോഗ്സ് റിവീൽ ദ സോൾ ഓഫ് എ പ്ലേ. ആക്ഷൻ, ക്യാരക്ടറൈസേഷൻ, തീംസ് ആൻഡ് ഡയലോഗ് ആർ ദ സോൾ ഓഫ് എ പ്ലേ. ഒരു പ്ലേയുടെ ആത്മാവെന്ന് പറയുന്ന ആക്ഷൻ, ഡയലോഗ്, ക്യാരക്ടറൈസേഷൻ, പിന്നെന്താ തീംസ്. ഡ്രമാറ്റിക് സ്ട്രക്ചർ, ഒന്നാമതായിട്ട് പ്ലോട്ടിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. പ്ലോട്ട് ഈസ് ഡിഫറെന്റ് ഫ്രം ദ സ്റ്റോറി. പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവ വികാസങ്ങളെയാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. പ്ലോട്ട് ഈസ് ഡിഫറെന്റ് ഫ്രം ദ സ്റ്റോറി വിച്ച് മീൻസ് എ സിമ്പിൾ അക്കൗണ്ട് ഓഫ് വാട്ട് ഹാപ്പൻസ്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ലളിതമായൊരു വിവരണമാണ് എന്താ പറയുക പ്ലോട്ട് എന്ന് പറയുന്നത്. പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള ചെറിയൊരു വിവരണമാണ്, സിമ്പിൾ ലളിതമായ വിവരണം. Plot can be said as a fully developed version of the play. Plot is overall significance of a drama. Plot is termed. Plot is different from the story. Plot is different from the story, which means a simple account of what happens. പ്ലോട്ട് ഇപ്പൊ ചെരിഞ്ഞിരിക്കും, റൈറ്റ് സൈഡ് വെച്ചുകൊണ്ടാണ് റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞു നോക്കുന്നത്, ലെഫ്റ്റ് സൈഡിലേക്ക് വെക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞു നോക്കും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പുസ്തകത്തിൽ നോക്കിയല്ലേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. പ്ലോട്ട് ഈസ് ടേംഡ്. പ്ലോട്ട് ക്യാൻ ബി സെഡ് ആസ് എ ഫുള്ളി ഡെവലപ്ഡ് വേർഷൻ ഓഫ് ദ സ്റ്റോറി. പ്ലോട്ട് ഈസ് ദ ഓവറോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഡ്രാമ. ഇറ്റ് ഇൻക്ലൂഡ്സ് ക്യാരക്ടേഴ്സ് ആൻഡ് ക്യാരക്ടേഴ്സ് ആൻഡ് ഇവന്റ്സ്. ക്യാരക്ടേഴ്സ് ആൻഡ് ഇവന്റ്സ് ഉണ്ട്. Plot is the overall significance of the drama. It includes characters and events, how they are related, as well as the dramatic effect. ഡ്രമാറ്റിക് എഫക്റ്റുമായിട്ട് അവർ എങ്ങനെയാണ് യോജിച്ചു വരുന്നത്, ഡ്രമാറ്റിക് എഫക്റ്റീവായിട്ട് അവർക്ക് എങ്ങനെയാണ് ഒരു പ്ലേയുടെ ഡീറ്റെയിൽസുമായിട്ട് യോജിച്ചു വരാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്ലോട്ടിൻ്റെ ഇമ്പോർട്ടൻസ്. പ്ലോട്ട് ഈസ് ടേംഡ് ആസ് മൈത്തോസ് ബൈ അരിസ്റ്റോട്ടിൽ. Plot comprises events in an order to create a certain artistic effect. ആർട്ടിസ്റ്റിക് എഫക്റ്റ് കിട്ടുന്ന രീതിയിലാണ് പ്ലോട്ടിന്റെ അറേഞ്ച്മെന്റ്. പ്ലോട്ടിന്റെ അറേഞ്ച്മെന്റ് ആർട്ടിസ്റ്റിക് എഫക്റ്റ് എന്താണ്? ആർട്ടിസ്റ്റിക് കലാപരമായൊരു വൈഭവം തോന്നിക്കണം കാണുമ്പോൾ, കേൾക്കുമ്പോൾ, പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ കലാവൈഭവം തോന്നിക്കണം. അത്തരത്തിലുള്ളതായിരിക്കണം പ്ലോട്ട്. Plot is termed as the mythos. Plot comprises events in an order to create a certain artistic effect. Plot and characters are dependent on each other. Plot and characters are dependent on each other. Plot comprises events in an order to create certain artistic effects. Plot and characters are dependent on each other. A dramatist has to provide 3 things in his work. ഒരു ഡ്രമാറ്റിസ്റ്റ് 3 കാര്യങ്ങളാണ് തൻ്റെ വർക്കിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്, നമുക്ക് തരേണ്ടത്. ഒരു ഡ്രമാറ്റിസ്റ്റ്, ഒരു നാടകകൃത്ത്, ഒരു പ്ലേ റൈറ്റ്, ഡ്രമാറ്റിസ്റ്റ് എന്ത് ചെയ്യണം? ഹാസ് ടു പ്രൊവൈഡ്, നമുക്ക് നൽകണം 3 things in his work. തീം, ക്യാരക്ടേഴ്സ്, മീഡിയം ഓർ ഡയലോഗ്. തീം ഉണ്ടാവണം, ക്യാരക്ടേഴ്സ്, മീഡിയം ഓർ ഡയലോഗ്. എ യൂണിഫൈഡ് പ്ലോട്ട് ഷുഡ് ഹാവ് എ ബിഗിനിങ്, മിഡിൽ ആൻഡ് ആൻ എൻഡ്. ഒരു യൂണിഫൈഡ് പ്ലോട്ടിന്, ഒരു സംഭവ വികാസത്തിന് എന്തുണ്ടാവണം? മിഡില് ഉണ്ടാവണം, ബിഗിനിങ് ഉണ്ടാവണം, മിഡിൽ ഉണ്ടാവണം, എൻഡ് ഉണ്ടാവണം. എ യൂണിഫൈഡ് പ്ലോട്ട് ഷുഡ് ഹാവ് എ ബിഗിനിങ്, മിഡിൽ ആൻഡ് ആൻ എൻഡ്. ദ മിഡിൽ ഹാസ് ഓൾറെഡി ഹാപ്പൻഡ്. ദ ബിഗിനിങ് ഓൾസോ കോൾഡ് എക്സ്പോസിഷൻ. ബിഗിനിങ്ങിന് പറയുന്നത് എക്സ്പോസിഷൻ. സ്റ്റാർട്ട്സ് ദ മെയിൻ ആക്ഷൻ. ബിഗിനിങ് സ്റ്റാർട്ട്സ് ദ മെയിൻ ആക്ഷൻ. മിഡിൽ has already happened and needs something to follow. മിഡിൽ ഉണ്ട്, മിഡിൽ കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിക്കണം, അതാണ് എന്ത് എൻഡ് എന്ന് പറയുന്നത്. Has already happened and needs something to follow, and the rising action takes to the climax. Crisis comes through a reversal of happening. The middle has already happened and needs something to follow, and the rising action takes to the climax. Crisis comes through a reversal of meaning. The denouement, അടുത്തായിട്ട് പറയുന്ന ആർട്ടിസ്റ്റിക് എഫക്റ്റ് denouement ആണ്. Denouement is the reversal in the protagonist's life. Denouement എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് പ്ലേയിൽ. അതിന് പ്രോട്ടഗോണിസ്റ്റിന്റെ ലൈഫ്, പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ കഥാപാത്രം, ഹീറോ ഓഫ് ദ പ്ലേ ആണ് പ്രോട്ടഗോണിസ്റ്റ് കേട്ടോ. ദ denouement ഈസ് ദ റിവേഴ്സൽ. എന്താണ് റിവേഴ്സൽ സംഭവിക്കുന്ന? റിവേഴ്സലിന്
നേരെ തിരിവ് സംഭവിക്കുന്നു. പ്രോട്ടഗോണിസ്റ്റ് ലൈഫ്. പ്രോട്ടഗോണിസ്റ്റ് ഫേസസ് ഫെയിലിയേഴ്സ് ഇൻ എ ട്രാജഡി ആൻഡ് സക്സസ് ഇൻ എ കോമഡി. പ്രോട്ടഗോണിസ്റ്റ് ഫേസ് ചെയ്യും ഫെയിലിയർ ഇൻ എ ട്രാജഡി ആൻഡ് സക്സസ് ഇൻ എ കോമഡി. അപ്പൊ ഡിനോമെന്റ് ഈസ് ദ റിവേഴ്സൽ ഇൻ ദ പ്രോട്ടഗോണിസ്റ്റ് ലൈഫ്. പ്രോട്ടഗോണിസ്റ്റ് ഫേസസ് ഫെയിലിയേഴ്സ് ഇൻ എ ട്രാജഡി ആൻഡ് സക്സസ് ഇൻ എ കോമഡി. Recognition happens during this reversal. A plot arouses expectation and surprise. സബ് പ്ലോട്ട് ഉണ്ട്. പിന്നെ ഒരു പ്ലോട്ട് എന്ന് പറയും, നമ്മൾ പ്ലോട്ട് എന്താന്ന് പറഞ്ഞില്ലേ, പിന്നെ ഒരു പ്ലോട്ടിൽ മെയിൻ പ്ലോട്ടിനോടൊപ്പം മെയിൻ ആയിട്ടുള്ള സംഭവമായിട്ടുള്ള സംഭവം സബ് പ്ലോട്ട് എന്ന് പറയുന്നത്. സബ് പ്ലോട്ട് റിഫേഴ്സ് സ്റ്റോറി വിച്ച് ഈസ് കംപ്ലീറ്റ് ആൻഡ് റൺസ് പാരലൽ ടു ദ മെയിൻ പ്ലോട്ട് ഇൻ ദ പ്ലേ. ഒരു പ്ലേയിലെ മെയിൻ പ്ലോട്ടിന് പാരലലായി പോകുന്ന വേറൊരു കഥയാണ്, അതാണ് സബ് പ്ലോട്ട്. സബ് പ്ലോട്ട് ബ്രോഡൻസ് ദ പ്രോസ്പെക്റ്റീവ് perspective on the main plot. For example, in Shakespeare's King Lear, Lear's story is the main plot and Gloucester's story is a subplot which runs parallel to the main plot. അപ്പോൾ ഡ്രാമസിൽ മെയിൻ പ്ലോട്ടിനോടൊപ്പം പാരലായിട്ടൊരു സബ് പ്ലോട്ട് ഉണ്ടാകാം. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ഷേക്സ്പിയറുടെ കിങ് ലിയർ എന്ന പ്ലേയില് കിങ് ലിയറിന്റെ കഥയോടൊപ്പം തന്നെ പാരലായിട്ടൊരു സബ് പ്ലോട്ടായിട്ട് ഗ്ലൗസസ്റ്ററുടെ സ്റ്റോറി പോകുന്നുണ്ട്. അടുത്തിട്ട് ക്യാരക്ടറെ പറ്റി പറയുന്നത്. ക്യാരക്ടേഴ്സ് ആർ ദ പീപ്പിൾ ഇൻവോൾവ് ടു ഇന്റർപ്രറ്റ് ദ സ്റ്റോറി ഇൻ ദ പ്ലേ. കാരണം characters are the people involved to interpret the story in a play. Characters are assessed as per their dialogues and actions. ക്യാരക്ടേഴ്സിനെ നമ്മൾ വിലയിരുത്തുന്നവരുടെ ഡയലോഗ്സും ആക്ഷൻസും വെച്ചാണ്. Characters represent different traits through their speech. The main character is called the protagonist and the opponent is called antagonist. കേട്ടോ, മെയിൻ ക്യാരക്ടർ നമ്മൾ വിളിക്കുന്ന പ്രോട്ടഗോണിസ്റ്റ് എന്നും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നിൽക്കുന്ന റിവേഴ്സലായിട്ട് നിൽക്കുന്ന ആളെ നമ്മൾ ആന്റഗോണിസ്റ്റ് എന്നുമാണ് വിളിക്കുന്നത്. ക്യാരക്ടർ മേ റിമെയിൻ സ്റ്റേബിൾ. ക്യാരക്ടർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം, സ്റ്റെബിലിറ്റി ആവശ്യമാണ്. ആൻഡ് അണ്ടർഗോ ചേഞ്ചസ്. സ്റ്റെബിലിറ്റി ഉണ്ട്, പിന്നെ ചേഞ്ചസും വരാറുണ്ട്. The dramatists also name the play on the name of characters. Dramatists, playwrights എന്താണ് ചെയ്യുന്ന, ഓരോ പ്ലേകൾക്ക് ഓരോ നാടകങ്ങൾക്ക് അതിലെ കഥാപാത്രങ്ങളുടെ പേര് കൊടുക്കും. Dramatists also name the play on the name of the characters. For example, Shakespeare's Romeo and Juliet, King Lear, Hamlet, Othello, Macbeth, Richard II, Marlowe, Dr. Faustus. ഇതെല്ലാം പ്ലേയിലെ ക്യാരക്ടറിന്റെ പേരിലുള്ള ക്യാരക്ടറിന്റെ പേര് വെച്ചിട്ടുള്ള പ്ലേസ് ആണ്. Dramatists also name the play on the name of characters. For example, Shakespeare's Romeo and Juliet, King Lear, Hamlet, Othello, Macbeth and Richard III. മാർലോസ്, ഡോക്ടർ ഫോസ്റ്റസ്. ഇതൊക്കെ പ്ലേസിന്റെ പേര് വെച്ച്, ക്യാരക്ടേഴ്സിന്റെ പേര് വെച്ചിട്ട് പ്ലേസിന് പേര് കൊടുത്തേക്കുന്നതാണ്. അടുത്തായിട്ട് 3 യൂണിറ്റീസ്. ഡ്രാമയിൽ 3 യൂണിറ്റീസ് ഫോളോ ചെയ്യണം. എ പ്ലേ ഷുഡ് ഹാവ് ദ യൂണിറ്റി ഓഫ് ആക്ഷൻ, യൂണിറ്റി ഓഫ് പ്ലേസ് ആൻഡ് യൂണിറ്റി ഓഫ് ടൈം. ഒരു പ്ലേക്ക് എന്തൊക്കെ ഉണ്ടാവണം? യൂണിറ്റി ഓഫ് ആക്ഷൻ ഉണ്ടാവണം, യൂണിറ്റി ഓഫ് പ്ലേസ് ഉണ്ടാവണം, യൂണിറ്റി ഓഫ് ടൈം ഉണ്ടാവണം. The unity of action means the action should in sync with the actual conditions of the staging of the play. കഥയിൽ നടക്കുന്ന ആക്ഷൻ ഇല്ലേ, കഥയിലെ സ്റ്റേജിങ്ങിന് അനുസരിച്ചിട്ടുള്ളതായിരിക്കണം, സിങ്ക് ചെയ്ത് പോകണം, ചേർന്ന് പോകണം. The unity of action means action should in sync with the actual condition of the staging of the play. പ്ലേ സ്റ്റേജ് ചെയ്യുന്ന ആക്ച്വൽ കണ്ടീഷനുമായി ഒത്തുചേർന്ന് പോകണം ആക്ഷൻ. The unity of place implies that the action should be restricted to a single site. സ്ഥലം പരിമിതം. ആ സ്ഥലം, അതായത് ഒരു പ്ലേയിൽ അവതരിപ്പിക്കാൻ പറ്റിയ സ്ഥലമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. The unity of place implies that the action should be restricted to a single site. ഒരു സിംഗിൾ സൈറ്റിൽ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം ആക്ഷൻ, സൈറ്റിൽ, സ്ഥലത്ത്. The unity of time means that there should be a limited time, 2 or 3 hours to enact the play. പ്ലേ എനാക്ട് ചെയ്യാൻ 3 മണിക്കൂർ, 2 അല്ലെങ്കിൽ 3 മണിക്കൂർ, അതിനുള്ളിൽ ഉള്ള സംഭവാവകാശങ്ങളെ ഉൾപ്പെടുത്താം നമ്മൾ യൂണിറ്റി ഓഫ് ടൈം. A play should have a unity of action, place and time. Unity of action means the action should in sync with the actual condition of the staging of the play. The unity of place implies that the action should be restricted to a single site.
The unity of time means that there should be limited time, 2 or 3 hours, to enact the play. There should not be any subplot attached to any serious play. പ്ലേയുടെ സീരിയസ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട് സബ്പ്ലോട്ട് അറ്റാച്ച് ചെയ്യാൻ പാടില്ലെന്നാണ് ഇനിഷ്യൻ്റ് ആയിട്ട് പറയുന്നത്. മിക്സ്ചർ ഓഫ് ട്രാജഡി ആൻഡ് കോമഡി വെയർ ഓൾസോ നോട്ട് അലൗഡ്. കോമഡിയും ട്രാജഡി അലൗ ചെയ്യാൻ പാടില്ലെന്ന്. ഹവർ വിത്ത് ദ പാസേജ് ഓഫ് ടൈം ഡ്രമാറ്റിസ്റ്റ് ഹവ് ഫ്യൂസ്ഡ് കോമിക് ആൻഡ് ട്രാജിക് എലമെന്റ്സ് ഇൻ ദർ വർക്സ്. പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോൾ ഡ്രമാറ്റിസ്റ്റ് കോമിക് എലമെന്റ്സും ട്രാജിക് എലമെന്റ്സും മിക്സ് ചെയ്ത് പ്ലേയെ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. These three unities, unity of time, unity of action, unity of place, കേട്ടോ. These three unities help dramatists well organize the actions and setting on the stage. സ്റ്റേജിനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് ഈ ത്രീ യൂണിറ്റീസ് ഡ്രമാറ്റിസ്റ്റിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ത്രീ യൂണിറ്റീസും ഡ്രമാറ്റിസ്റ്റിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും സ്റ്റേജിലെ സെറ്റിങ് എന്ന രീതിയിൽ കൊണ്ടുപോകാൻ. These three unities help dramatists to well organize the actions and setting on the stage. Certain plays, however, do not require these unities. It can be summed up that the one essential unity required for a play is the unity of impression. വേറൊരു യൂണിറ്റിയെ പറ്റി പറഞ്ഞു. യൂണിറ്റ് ഓഫ് ഇംപ്രഷൻ ആണ് ഏറ്റവും അധികം വേണ്ടത്. യൂണിറ്റ് ഓഫ് ആക്ഷൻ, ടൈം, പ്ലേസ്, അതേപോലെ യൂണിറ്റ് ഓഫ് ഇംപ്രഷൻ. ഇറ്റ് ക്യാൻ ബി സംഡ് അപ്പ് ദാറ്റ് ദ വൺ എസെൻഷ്യൽ യൂണിറ്റി, വളരെ അത്യാവശ്യമായ യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റി ഓഫ് ഇംപ്രഷൻ. അടുത്തായിട്ട് അറ്റ്മോസ്ഫിയർ ഓഫ് ദ പ്ലേ. ഇറ്റ് റിഫേഴ്സ് ടു ദ ടോൺ ദാറ്റ് പെർവേഡ്സ് ദ പാർട്ട് ഓഫ് പ്ലേ. ഇറ്റ് ക്യാൻ ബി സാഡ്, ഫിയർഫുൾ, ഹാപ്പി, സസ്പെൻസ്ഫുൾ, റിലീജിയസ്, ഇങ്ങനെയൊക്കെ ആകാം. അറ്റ്മോസ്ഫിയർ റിഫേഴ്സ് ടു അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ ഓഫ് ദ പ്ലേ എന്ന് പറഞ്ഞാൽ ഇറ്റ് റിഫേഴ്സ് ടു ദ ടോൺ ദാറ്റ് പെർവേഡ്സ് ദ സ്റ്റേജിങ് ഓഫ് ദ പ്ലേ പാർട്ട്. refers to the tone that pervades. ഇങ്ങനത്തെ ടോണൊക്കെ സാഡ് ടോൺ ആകാം, ഫിയർഫുൾ ടോൺ ആകാം, ഹാപ്പി ടോൺ ആകാം, സസ്പെൻസ് ഉണ്ടാക്കുന്ന ടോൺ ആകാം, ആൻഡ് റിലീജിയസ് ടോൺ ആകാം. ഈ ഷേക്സ്പിയർസ് ഹാംലെറ്റ് ദ അപ്പിയറൻസ് ഓഫ് ഗോസ്റ്റ് മേക്സ് ദ അറ്റ്മോസ്ഫിയർ ടെൻസ് ആൻഡ് ഫിയർഫുൾ. ഷേക്സ്പിയറുടെ ഹാംലെറ്റ് എന്നുള്ള പ്ലേയിൽ പ്രേതം പ്രത്യക്ഷപ്പെടുന്നു, ഗോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് അറ്റ്മോസ്ഫിയർ ഓഫ് ടെറർ, ഫിയർഫുൾനെസ് ഉണ്ടാക്കുന്നു. അടുത്തായിട്ട് കോമിക് റിലീഫ്. ഇൻ ദിസ് ഡ്രാമ, കോമിക് റിലീഫ് ഇസ് ദ ഡ്രാമാറ്റിക് ഡിവൈസ് യൂസ്ഡ് ബൈ എലിസബത്ത് ഇൻ ട്രാജഡി. കോമിക്, അതായത് ട്രാജഡി തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കോമിക് റിലീഫ് ഉണ്ടാകണം, ഒരു റിലീഫ് ഉണ്ടാകണം. ഇപ്പോൾ ചില ഇൻട്രഡക്ഷൻ ഓഫ് ചില കോമഡി ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കോമിക് റിലീഫ് ഉണ്ടാക്കുന്ന രീതി അവലംബിക്കാറുണ്ട് ഡ്രാമാറ്റിസ്റ്റ്. കോമിക് റിലീഫ് കേട്ടോ. The dramatic device was used in Elizabethan tragedy. For example, the grave digger scene in Shakespeare's Hamlet is a comic relief. അപ്പോൾ ഭയങ്കര ട്രാജിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഗ്രേവ് ഡിഗേഴ്സ് ഉണ്ട്, ശവക്കുഴി ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അവരുടെ സംഭാഷണം ഉണ്ട്, അത് കോമിക് റിലീഫ് ഉണ്ടാക്കുന്നുണ്ട്. അടുത്തായിട്ട് ഡിയോസ് എക്സ് മഷീന എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഫ്രേസ് ആണ്, മീൻസ് ഗോഡ് ഫ്രം എ മെഷീൻ. ഡിയോസ് എക്സ് മെഷീന, ഗോഡ് ഫ്രം എ മെഷീൻ എന്ന് പറഞ്ഞാൽ it refers to the practice of some Greek playwrights to end drama with a god. ഈ ഗ്രീക്ക് പ്ലേറൈറ്റ്സ് ഒക്കെ ചില പ്ലേസ് എൻഡ് ചെയ്യുന്നുണ്ട് വിത്ത് വിത്ത് അപ്പിയറൻസ് ഓഫ് എ ഗോഡ്. എന്താ ചെയ്യുന്നത്? ഇറ്റ് റിഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് സം ഗ്രീക്ക് പ്ലേറൈറ്റ്സ് ടു എൻഡ് എ ഡ്രാമ വിത്ത് എ ഗോഡ് ബ്രോട്ട് ഡൗൺ ടു ദ സ്റ്റേജ് ബൈ എ മെക്കാനിക്കൽ അപ്പാരറ്റസ് who resolved to the dilemmas of human characters in the play. പ്ലേയിലെ ഹ്യൂമൻ ക്യാരക്ടേഴ്സിന്റെ പ്രോബ്ലംസിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് ഗോഡ് ഫ്രം എ മെഷീൻ വരുന്നതായിട്ട്, ഗോഡ് ഫ്രം എ മെഷീൻ എന്ന് പറയുന്ന ഒരു ഡിവൈസ് പ്ലേ റൈറ്റ്സ് യൂസ് ചെയ്യുന്നു. ഗോഡ് ഫ്രം എ മെഷീൻ, ഗോഡ് ഫ്രം എ മെഷീൻ. ഇറ്റ് റിഫേഴ്സ് ടു പ്രാക്ടീസ് ഓഫ് ഗ്രീക്ക് പ്ലേ റൈറ്റ്സ്. ഗ്രീക്ക് പ്ലേ റൈറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയാണ് എന്താണ്? പ്ലേ റൈറ്റ്സ് ടു എൻഡ് എ ഡ്രാമ വിത്ത് ഗോഡ്. ആരുമായിട്ട് പ്ലേ എൻഡ് ചെയ്യുന്നത്? ഡ്രാമ വിത്ത് എ ഗോഡ്, ഗോഡിനോട് കൂടി പ്ലേ എൻഡ് ചെയ്യുന്നു. ബ്രോട്ട് ഡൗൺ ടു ദ സ്റ്റേജ്, ഗോഡിനെ സ്റ്റേജിൽ കൊണ്ടുവരുന്നു. ഇപ്പൊ ഈ മെക്കാനിക്കൽ അപ്പാരസ്, യന്ത്ര സംവിധാനത്തിലൂടെ. ഹു റിസോൾവ് ദ ഡിലമാസ്, അതൊക്കെ എന്ത് ചെയ്യും? പ്രോബ്ലം സോൾവ് ചെയ്യും. ആരുടെ? ഹ്യൂമൻ ക്യാരക്ടേഴ്സിന്റെ പ്ലേയിലെ ഹ്യൂമൻ ക്യാരക്ടേഴ്സിന്. പിന്നെ പറയുന്ന ഫോർഷാഡോ എന്ന് പറയുന്ന ഒരു ഡിവൈസ് പ്ലേയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഫോർ ലൈൻസ് ദാറ്റ് ഹിം ഫ്യൂച്ചർ ഹാപ്പനിങ്സ്. ഫ്യൂച്ചർ ഹാപ്പനിങ്സിനെ പറ്റി പറയുന്ന ഫോർഷാഡോ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലാഷ് ബാക്ക്, പാസ്റ്റ് ഇവന്റ്സിനെയൊക്കെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഐറണി, ഓപ്പോസിറ്റ് ടു ദ ഓർഡിനറി മീനിങ്ങും. ഐറണി എന്ന് പറയുന്ന വേറൊരു ഡിവൈസിന്റെ ഓപ്പോസിറ്റ് ടു ദ ഓർഡിനറി മീനിങ്ങിന് ഓപ്പോസിറ്റ് ആയിട്ട് ഐറണി യൂസ് ചെയ്യാറുണ്ട്. ഓപ്പോസിറ്റ് മീനിങ്
വരുന്ന തരത്തിൽ ഐറണി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്നത് മാസ്ക് ഉപയോഗിക്കാറുണ്ട്. മാസ്ക്, MASQUE. ദിസ് ഡിവൈസ് ആക്ടർ യൂസസ് എ മാസ്ക് ടു എന്റർടൈൻ ദ ഓഡിയൻസ്. ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യാനായിട്ട് മാസ്കുകൾ യൂസ് ചെയ്യുന്ന സംവിധാനം പ്ലേസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഐറണിയിൽ കണ്ട ഐറണി എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി എൻ എക്സ്പ്രഷൻ ഓഫ് ഇവൻസ് ഇൻ സോഫോക്കിൾസ് ഈഡിപ്പസ്. സോഫോക്കിൾസ് എന്ന ഗ്രീക്ക് പ്ലേ റൈറ്റിന്റെ ഈഡിപ്പസ് ഹൺസ് ഫോർ ദ ഇൻസെസ്റ്റസ് father murderer, but he himself was the object of the hunt since he was responsible for the incest and the plague. അതായത് ഐറണി ഓപ്പോസിറ്റ് മീനിങ്, ഓപ്പോസിറ്റ് സംഭവിക്കുന്നുണ്ട്. വാട്ട് ഈസ് മീനിങ് ആക്ച്വലി വാട്ട് ഈസ് മെന്റ്, അതിന് ഓപ്പോസിറ്റ് സംഭവിക്കുന്നതാണ് ഐറണി എന്ന് പറയുന്നത്. പിന്നെ മാസ്ക് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ദിസ് ഡിവൈസ് ആക്ടർ യൂസസ് എ മാസ്ക് ടു എന്റർടൈൻ ദ ഓഡിയൻസ്. ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യാനായിട്ട് മാസ്ക് ഉപയോഗിക്കുന്നു. ഇൻ ദിസ് ആക്ടർ യൂസസ് എ മാസ്ക് ടു എന്റർടൈൻ ദ ഓഡിയൻസ്. ഇറ്റ് മേ ബി കമ്പൈൻഡ് വിത്ത് സോങ്, ഡാൻസ് ആൻഡ് മ്യൂസിക്. സോങ്, ഡാൻസ്, മ്യൂസിക് ഒക്കെ കമ്പൈൻ ചെയ്ത് മാസ്ക് ഉപയോഗിക്കുന്നു എന്റർടൈൻ ദ ഓഡിയൻസ്. അടുത്ത മോട്ടീഫ്. ഇറ്റ് റിഫേഴ്സ് ദ എലമെന്റ്സ് ഓഫ് ഡാൻസ്. മോട്ടീഫ് എന്ന് പറഞ്ഞാൽ ഡാൻസ് or an incident in which is used to imply important themes or distinctive feature. പാൻറ്റോമൈം ഉപയോഗിക്കുന്നു, മാസ്ക് ഉപയോഗിക്കുന്നു, മോട്ടീഫ് ഉപയോഗിക്കുന്നു, പോയറ്റിക് ജസ്റ്റിസ്, സോളിലോക്കി ഉപയോഗിക്കുന്നു. സോളിലോക്കി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ തിയേറ്ററിക്കൽ ഡിവൈസ് ഇൻ വിച്ച് ദ ആക്ടർ ടോക്സ് ടു ഹിംസെൽഫ് അലോൺ ഓൺ ദ സ്റ്റേജ്. സ്റ്റേജിൽ സംസാരിക്കുന്നത് ഓഡിയൻസിന് കേൾക്കാൻ പറ്റും, അയാൾ സംസാരിക്കുന്നു, പക്ഷെ മറ്റു ക്യാരക്ടേഴ്സ് ഒന്നും കേൾക്കുന്നില്ല. അത്തരത്തിലാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് സോളിലോക്കി. This device is used with the purpose to guide the judgments and responses of the audience. In Hamlet, Shakespeare used it to reflect on the wider meaning of the action. In Hamlet, Shakespeare uses this device, mask. This device was introduced. മോട്ടീഫ് എന്ന് പറഞ്ഞാൽ റിഫേഴ്സ് ടു ദ എലമെന്റ് ലൈക്ക് ഡാൻസ്. പാൻറ്റോമൈം എന്ന് പറഞ്ഞാൽ ഡംബ് ഷോസ് ആർ റിഫേർഡ് ടു as പാൻറ്റോമൈം. പാൻറ്റോമൈം, ഡംബ് ഷോസ്. ദ ആക്ടർ പെർഫോംസ് വിത്തൗട്ട് സ്പീച്ച്. സ്പീച്ച് ഇല്ലാണ്ട് ആക്ടർ പെർഫോം ചെയ്യുന്നു. ഹി യൂസസ് ഓൺലി ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ബോഡി മൂവ്മെന്റ്സ്. ബോഡി മൂവ്മെന്റ്സും ഫേഷ്യൽ എക്സ്പ്രഷൻസും ജസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നു. ചാർലി ചാപ്ലിൻസ് പെർഫോമൻസസ് ആർ പാൻറ്റോമൈം ഷോസ്. ചാർലി ചാപ്ലിനെ പറ്റി കേട്ടിട്ടില്ലേ? അതിൻ്റെ റെപ്രസെൻറ്റേഷനൊക്കെ പാൻറ്റോമൈമിൽ പെടും. ആക്ഷനിലൂടെ, ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ, ജസ്റ്റേഴ്സിലൂടെ അഭിനയിക്കുന്നു. Poetic justice. It is the reward or punishment the characters get on the basis of their sin and virtues at the end of the play. Poetic justice എന്ന് പറഞ്ഞാൽ ചെയ്തതിന് റിവാർഡോ അല്ലെങ്കിൽ പണിഷ്മെന്റോ കിട്ടുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറിയിൽ ചെയ്ത കാര്യങ്ങൾക്ക് റിവാർഡോ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾക്ക് പണിഷ്മെന്റോ കിട്ടുന്നതിനെയാണ് പോയറ്റിക് ജസ്റ്റിസ് എന്ന് പറയുന്നത്. സെറ്റിംഗ്. ഇറ്റ് റിഫേഴ്സ് ടു ദ ലോക്കൽ ടൈം, ഡെക്കർ ആൻഡ് ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് ആക്ഷൻസ് ഓഫ് ദ പ്ലേ ടേക്ക് പ്ലേസ്. അടുത്തായിട്ട് നമുക്ക് സോളിലോക്കിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. സോളിലോക്കി എന്ന് പറയുന്നത് തിയേറ്ററിക്കൽ ഡിവൈസ് ആണ് ഇൻ വിച്ച് ദ ആക്ടർ ടോക്സ് ടു ഹിംസെൽഫ് അലോൺ ഓൺ ദ സ്റ്റേജ്. ആക്ടർ തനിയെ സംസാരിക്കുന്നു, അലോൺ ഓൺ ദ സ്റ്റേജ്. In Hamlet, Shakespeare used it to reflect on the wider meaning of the action. In Hamlet, Shakespeare used it to reflect on the wider meaning of the action. Soliloquy is a theatrical device in which the actor talks to himself. അപ്പോൾ ഒരു പ്ലേയുടെ സ്ട്രക്ചറും അതിൻ്റെ ടെക്സ്ചറും തമ്മിലുള്ള വ്യത്യാസം. സ്ട്രക്ചർ ആൻഡ് ടെക്സ്ചർ ഡിഫറൻസ്. The structures of a play. The structures of a play refer to its plot, characters and unities of action, place, time and impression. Plot is fully developed version of the play. Texture of the play. Structure of the play എന്താ വരും? പ്ലോട്ട്, ക്യാരക്ടേഴ്സ്, യൂണിറ്റീസ് ഓഫ് ആക്ഷൻ, പ്ലേസ് ആൻഡ് ടൈം. സ്ട്രക്ചർ ഓഫ് ദ പ്ലേ കേട്ടോ. The structure of the play refers to its plot, simple events. Simple events in narration. Structure of the play refers to its plot, characters, unities of action, place and time, and unity of impression. Texture of a play includes various theatrical devices.
includes acts, scenes, atmosphere, play, aside, comic relief, Diox ex machine, foreshadow, flashback, irony, mask, motif, pantomime, poetic justice, setting, soliloquy. അപ്പോൾ സ്ട്രക്ചർ എന്താണ്? സ്ട്രക്ചർ ഓഫ് എ പ്ലേ റിഫേഴ്സ് ടു ഇറ്റ്സ് പ്ലോട്ട്, ക്യാരക്ടേഴ്സ്, യൂണിറ്റീസ് ഓഫ് ആക്ഷൻ, പ്ലേസ് ആൻഡ് ടൈം or unity of impression. Texture of a play includes act, scene, atmosphere, aside, comic relief, deus ex machina, foreshadow, flashback, irony, mask, motif, pantomime, poetic justice, setting and soliloquy. Distinguish between drama, novel and motion pictures. Drama is acted by players on a stage. That's drama. Novel is a long prose narrative that describes fictional characters and events. Novel എന്താണ്? Long prose narrative. Long ആയിട്ടുള്ള narrative. നീണ്ട കഥ. That describes fictional characters and events. കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നു, ഇവന്റ്സിനെ സൃഷ്ടിക്കുന്നു. മോഷൻ പിക്ചർ എന്ന് പറഞ്ഞാൽ ഫിലിം ഓർ എ മൂവി. ഇതാണ് മോഷൻ പിക്ചർ. അപ്പോൾ ഡ്രാമ നമുക്ക് മനസ്സിലായി. ഡ്രാമ ഇസ് ആക്റ്റഡ് ബൈ പ്ലേയേഴ്സ് ഓൺ എ സ്റ്റേജ്. നോവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് പ്രോസ് നറേറ്റീവ് ആണ്. അടുത്തായിട്ട് മോഷൻ പിക്ചർ എന്ന് പറഞ്ഞാൽ ഫിലിം അല്ലെങ്കിൽ ഓർ എ മൂവി. ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് സ്റ്റിൽ ഇമേജസ് വിച്ച് വെൻ ഷോൺ ഓൺ എ സ്ക്രീൻ ക്രിയേറ്റ്സ് ദ ഇല്യൂഷൻ ഓഫ് മൂവിങ് ഇമേജസ്. ഇമേജസ് മൂവ് ചെയ്യുന്നു. മൂവി എന്ന് പറയുന്നത് ഇമേജസ് മൂവ് ചെയ്യുന്നു. അതാണ് മൂവി എന്ന് പറയുന്ന ഇമേജസ് മൂവ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത് സ്ട്രക്ചർ ഓഫ് എ ഡ്രാമ, ടെക്സ്ചർ ഓഫ് എ ഡ്രാമ. സ്ട്രക്ചർ എന്താണ്? സ്ട്രക്ചർ ഓഫ് എ പ്ലേ റിഫേഴ്സ് ടു ഇറ്റ്സ് പ്ലോട്ട്, ക്യാരക്ടേഴ്സ്, യൂണിറ്റീസ് ഇൻ ആക്ഷൻ, പ്ലേസ് ആൻഡ് ടൈം ഓർ ദ യൂണിറ്റി ഓഫ് ഇംപ്രഷൻ. ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ആക്ട്, സീൻസ്, അറ്റ്മോസ്ഫിയർ, പ്ലേ, aside, atmosphere of the play, aside, comic relief, dx machine, foreshadow, flashback, irony, mask, motif, pantomime, poetic justice, setting, soliloquy. പിന്നെ നമ്മൾ ഡ്രാമയും നോവലും മോഷൻ പിക്ചർ തന്നെയാണെന്ന് പറഞ്ഞു. ഡ്രാമ ഇസ് ആക്റ്റഡ് ബൈ പ്ലേയേഴ്സ് ഓൺ എ സ്റ്റേജ്. ഇറ്റ് ഇൻവോൾവ്സ് ആക്ഷൻ, പ്ലോട്ട്, കോൺഫ്ലിക്റ്റ്, ക്രൈസിസ്, അറ്റ്മോസ്ഫിയർ. Drama can be motion picture as well as traditional stage play. Novel is a long prose narrative, describes fictional characters and events. Action അവസാനത്തെ നമ്മൾ മോഷൻ പിക്ചർ എന്ന് പറഞ്ഞ ഫിലിം ഓർ മൂവി. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പ്ലോട്ട് refers to the events that make up a story. Narrative structure. Drama is dependent art form. Drama is a dependent art form. പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഡ്രാമ നിലനിൽക്കുന്നത്. ഒരു സീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. സീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ സീൻ? എ സീൻ ഈസ് ആൻ ഇൻഡിപെൻഡന്റ് തിങ് വെയർ ദി ആക്ഷൻസ് കണ്ടിന്യൂ ഇൻ എ പ്ലേ with no change or break of place taking place, but scene changes by dimming the lights. ഒന്നുകൂടെ പറയാം. സീൻ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് തിങ് ആണ്, ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്നു. when the actions continue in a play, പ്ലേയിലെ ആക്ഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നു ഒരു ചേഞ്ചും ഇല്ലാതെ. or break of places, സ്ഥലവും ബ്രേക്ക് ചെയ്യൂല, ആക്ഷനും ബ്രേക്ക് ചെയ്യൂല. സ്ഥലവും അത് തന്നെ, ആക്ഷനും അത് തന്നെ. പക്ഷെ സീൻ ചേഞ്ച് ചെയ്യും ബൈ ഡിമ്മിങ് ദ ലൈറ്റ്സ്. ലൈറ്റ് ഡിം ചെയ്താണ് അടുത്ത സീനെന്ന് കാണിക്കുന്നത്. അതാണ് സീൻ. അറ്റ്മോസ്ഫിയർ ഓഫ് എ പ്ലേ ഇപ്പൊ പറഞ്ഞുല്ലോ. കോമിക് റിലീഫ് ഈസ് എ ഹ്യൂമർ വിച്ച് ആഡഡ് ടു എ സീരിയസ് പ്ലേ ടു റിഡ്യൂസ് സം ടെൻഷൻസ് ഓർ സിറ്റുവേഷൻസ്. പ്ലേയിലൊക്കെ കോമിക് റിലീഫ് കൊടുക്കും. ട്രാജഡി ഒക്കെ ആണെങ്കിൽ ഓഡിയൻസിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഷേക്സ്പിയറുടെ ഹാംലെറ്റ് എന്ന് പറയുന്ന നാടകത്തിലെ ഗ്രേവ് ഡിഗേഴ്സി, ശവക്കുഴി കുത്തുന്ന ആൾക്കാരുടെ സീന് പറയുന്നുണ്ട്. ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഇവന്റ്സിനെയൊക്കെ കാണിക്കാൻ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കും. പോയറ്റിക് ജസ്റ്റിസ്, റിവാർഡ് അല്ലെങ്കിൽ പണിഷ്മെന്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലേ കിട്ടുന്നത് ക്യാരക്ടേഴ്സിന്. പാൻറ്റോമൈം എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻസിലൂടെ ജസ്റ്റേഴ്സിലൂടെ ആക്ട് ചെയ്യുന്നത്. സൊളിലോക്വി എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ നിൽക്കുന്ന ക്യാരക്ടറുടെ ചിന്തയാണ്. അത് അയാൾ ടോക്ക് ടു ഹിംസെൽഫ്. അത് നമ്മൾ ഓഡിയൻസ് കേൾക്കും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ
ലെസണിൽ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് 1ഉം 2ഉം ചാപ്റ്റേഴ്സാണ്. 1ഉം 2ഉം ചാപ്റ്റേഴ്സിന്റെ പേര് ഒന്നുകൂടെ ഓർപ്പിക്കാം. ഇത് വായിക്കാം, നോക്കുക, നിങ്ങൾ ചെയ്യുക. ഒന്നാമത്തെ ചാപ്റ്റർ ഡ്രാമ ആൻഡ് തിയേറ്റർ ആയിരുന്നു. രണ്ടാമത്തെ ചാപ്റ്റർ ആസ്പെക്ട്സ് ഓഫ് ഡ്രാമ. ഇത് രണ്ടുമാണ് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, താങ്ക് യു.